ഹലോ ചക്കരകളെ. അപ്പോൾ ഇന്ന് ഞാൻ എന്നാണെന്നറിയോ, എന്താ പറയുക, നമുക്ക് പുറത്തോട്ടൊക്കെ ഇപ്പം ഭയങ്കര വെയിലൊക്കെ അല്ലേ. അപ്പോൾ വെയിലടിച്ചിട്ട് നമ്മൾ പുറത്തോട്ടൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് കരിവാളിച്ചിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു ഫേസ് പാക്ക് അതിനായിട്ടാണ്, നമ്മുടെ കയ്യിലെ ടാനെല്ലാം മാറി കിട്ടാനായിട്ട് ഒത്തിരി നല്ലതാണ്. അപ്പം നമ്മുടെ മുഖത്തെയും കയ്യിലെയും ഒക്കെ ടാൻ മാറാനായിട്ട് ഒത്തിരി നല്ല സാധനമാണ് നമ്മുടെ ഓറഞ്ച് തൊലി. ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ ആണല്ലോ. അപ്പം നമുക്ക് അതുകൊണ്ട് നല്ലൊരു അടിപൊളി ഒരു ഫേസ് പാക്കും, കൈയൊക്കെ നന്നായിട്ട് ടാനെല്ലാം മാറി നല്ലതായിട്ട് സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ടാനെല്ലാം മാറും. അപ്പം ഞാൻ എന്നാ ചെയ്യുമെന്നറിയോ, ഇപ്പോൾ ഈ ഒരു സമയത്ത്, അതായത് ഇപ്പോൾ ഈ നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഓറഞ്ച് എന്തായാലും വാങ്ങിക്കുമല്ലോ. അപ്പോൾ ഓറഞ്ച് വാങ്ങിക്കുമ്പം അതിൻ്റെ തൊലി എടുത്ത് ഇങ്ങനെ ഉണക്കി കുറേശ്ശെ ഇപ്പം നമ്മൾ ഡെയിലി ഇപ്പം ഓറഞ്ച് കഴിക്കുമല്ലോ. ഓറഞ്ച് കഴിക്കുമ്പോഴത്തേനും നമ്മൾ ആ തൊലി മാറ്റി ഉണക്കി അന്നേരമുള്ള ഉണക്കി എടുത്ത് മാറ്റി വെക്കും. അപ്പോൾ ഞാൻ കുറച്ച് ഓറഞ്ച് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് ഉണക്കിയത്. അപ്പോൾ ഞാൻ കാണിക്കാൻ, ഞാൻ ഇപ്പോൾ കുറച്ച് വെയിലത്തിട്ടിട്ടുണ്ട്, 3 ഓറഞ്ച് തൊലി വെയിലത്തിട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് ആവശ്യത്തിന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പം ഓറഞ്ച് തൊലി ഉണങ്ങിയതല്ല എടുക്കുന്നത്. അപ്പം ഞാൻ കാണിക്കാതെ എന്നതാണ് നമുക്ക് പെട്ടെന്ന്, കാരണം ഓറഞ്ചിലൊക്കെ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് ഒത്തിരി നല്ലതാണ്. ഓറഞ്ച് കൊണ്ട് നമുക്ക് വൈറ്റമിൻ സി സിറം ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഹെർബലാണല്ലോ, നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറൽ സാധനങ്ങളൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പം ഞാൻ കാണിക്കാവേ. അപ്പം വേണ്ട, ഞാൻ ഒരു 3 ഓറഞ്ചിൻ്റെ തൊലിയുണ്ട്, അത് ഉണക്കാൻ വേണ്ടി ഇട്ടേക്കാണ്. അത് ഉണങ്ങി വരുന്നതേ ഉള്ളൂ. ആദ്യത്തെ കുറേ ട്രിപ്പ് ഉണക്കി വളരെ കുറച്ചേ കാണത്തുള്ളൂ പൊടിച്ചാൽ കേട്ടോ. അപ്പം ഞാനുണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ മുഖത്തെ നല്ല രീതിയിൽ ടാനെല്ലാം മാറാനായിട്ട് ഓറഞ്ച് തൊലി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഒന്നും കൂടെ നല്ലത് നല്ല പച്ച ഓറഞ്ചിൻ്റെ തൊലിയാണ് നല്ലത്, ഭയങ്കരമായിട്ട് എഫക്റ്റാണത് കേട്ടോ. അപ്പം നമ്മൾ ബ്യൂട്ടി പാർലർ എന്താണ് ഓറഞ്ചിൻ്റെ ഗാൽവാനിക് ഫേഷ്യലൊക്കെ ചെയ്തില്ലേ, പിമ്പിൾ കുറയാനായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ പാടുകൾ മാറാനായിട്ടും ഒത്തിരി നല്ലതാണ് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി. അപ്പോൾ ഓറഞ്ച് പകുതി മുറിച്ചിട്ട് പിന്നെന്താ പറയുക, നമ്മുടെ ഈ ഒരു പിമ്പിളിന് ഒരു ചുറ്റിനും മസാജ് ചെയ്ത് കൊടുക്കുന്നത്, സ്വല്പം ഉപ്പില്ലേ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഈ പിമ്പിൾസ് കുറയാൻ ഒത്തിരി സഹായിക്കും. അങ്ങനെ ഒരുപാട് ഗുണമുള്ളതാണ് ഓറഞ്ച്, നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ കേട്ടോ. ഇവിടെ വെളിയിൽ വന്നിരിക്കുകയാണേ, ഇവിടെ നല്ല കാറ്റുണ്ട്, നമ്മുടെ പെരയ്ക്കകത്താണെങ്കിൽ ചൂടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെളിയിൽ വന്നിരിക്കാൻ നല്ല സുഖമുണ്ട്. അപ്പം ഇതുണ്ടോ ഓറഞ്ച് തൊലി, ഇത് പച്ച തൊലിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓറഞ്ച് തിന്നതിന് ശേഷം ഇങ്ങനെ തൊലി എടുത്ത് വെക്കും. അപ്പോൾ ഇത് ഒരു 2 ഓറഞ്ചിൻ്റെ തൊലിയുണ്ട്. ഇത്രയും തൊലി നമുക്ക് വേണ്ട, നമുക്കൊരു ഒരു ഓറഞ്ചിൻ്റെ തൊലി മാക്സിമം മതി. ഇല്ലെങ്കിൽ നമുക്കൊരു 3-4 ഒരു പാളികൾ മാത്രം മതി. ഇത് ഇത്രയാണെങ്കിലും മതി. ഉണ്ടോ, ഇതുണ്ടോ, ഇത്രയും മതി നമുക്ക്. ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്, ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി റിസൾട്ടാണ് നമ്മുടെ ഓറഞ്ചിൻ്റെ ഇതിന്. അപ്പം ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്കും ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാനിതൊന്ന് മിക്സിയിലിട്ട്, ഞാനിപ്പോൾ ഇത്രയുമാണ് അരയ്ക്കുന്നത്, ഈ ഒരു ഇത്രയും. ഇപ്പം അത്യാവശ്യമായിട്ട് ഇത്ര എടുത്ത് ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും വന്നിട്ട് ഞാനൊന്ന് അരച്ചുകൊണ്ട് വരാം. അരച്ചിട്ട് ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങളെ കാണിച്ചത്. മുഖം നല്ല തിളക്കവും കൂടെ കിട്ടും കേട്ടോ. അതേണ്ടേ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല മണമാണ്, അത് ഓറഞ്ചിൻ്റെ മണം നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല മണമാണേ. അപ്പോൾ പച്ച തൊലിയാണ് അരച്ചുകൊണ്ട് വന്നേക്കുന്നത്. കുറച്ച് ഒരു ശക്കലം പേരിനൊരു വെള്ളം ഒഴിച്ച് അരച്ചാൽ മതി, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. എന്നാലും ഇതൊന്നും ഒരുപാട്, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അങ്ങ് ഫൈൻ പേസ്റ്റായിട്ട് അരയത്തില്ല, ഒരു സ്ക്രബ് രൂപത്തിലേ അരയത്തുള്ളൂ. അതാണ് നമുക്ക് ആവശ്യം. എന്നാലേ നമുക്ക് ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് നല്ല രീതിയിൽ മുഖമൊക്കെ തിളങ്ങത്തുള്ളൂ. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം. തൈര് നിങ്ങൾക്കറിയാമല്ലോ, അതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റാണ്. ടാനൊക്കെ നന്നായിട്ട് മാറിക്കിട്ടാൻ ഈ ചൂടത്തൊക്കെ മുഖത്തൊക്കെ തൈര് തേക്കുന്നത് ഒത്തിരി നല്ലതാണ്. നമ്മുടെ ഉള്ളിലോട്ടും കഴിക്കുന്നത് നല്ലതാണ്. മിസ്റ്റിൻ്റെ തൈര്, അധികം പുളിയില്ലാത്ത തൈര് എടുക്കണം. അപ്പോൾ ആ ഒരു മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് എടുക്കുന്നത് കേട്ടോ. 1 ടീസ്പൂൺ തൈര് മതി, 1 ടീസ്പൂൺ. വേണ്ട, 1 ടീസ്പൂൺ തൈര് വേണ്ടേ ഇതിനകത്തോട്ട് ഇടുവാണേ. ഇനി നമുക്ക് ചേർക്കേണ്ട സാധനം നമ്മുടെ മഞ്ഞൾപ്പൊടി. ഇത് നാടൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഇത് ഞാൻ മില്ലിൽ നിന്ന് പൊടിച്ച് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മില്ലിൽ നിന്ന് ഫ്രഷായിട്ട് പൊടിച്ച് മേടിക്കും. ഉണ്ട്, നല്ല നമ്മുടെ പച്ചമഞ്ഞൾ പൊടിച്ച നല്ല പ്യുവർ മഞ്ഞൾപ്പൊടിയുടെ മണമാണ്. നമ്മുടെ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടിക്ക് ഈ ഒരു സ്മെല്ലില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പിഞ്ചെന്നൊക്കെ പറയാം, ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അത് നമ്മൾ ഇതിനകത്തോട്ട് ഈ പായ്ക്കകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി, തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സാധനം കൂടെ ചേർക്കണം,
നമ്മുടെ ഗ്ലീസറിനാണ്. ഇത് നമ്മുടെ മുഖത്ത് തിളക്കം കൂടാൻ സഹായിക്കുന്നു കേട്ടോ. ഈ ഒരു ഗ്ലീസറിൻ ചേർക്കുന്നത് നമ്മുടെ എല്ലാ ബ്യൂട്ടി പ്രൊഡക്റ്റിനകത്തും ഈ ഒരു ഗ്ലീസറിൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു 3-4 ഡ്രോപ്സാണ് ചേർക്കുന്നത് കേട്ടോ. ഇത് ഒരു ശകലം വളരെ പേരിന് 3-4 ഡ്രോപ്സ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം നിങ്ങൾ ഒഴിച്ച് ചിലപ്പോൾ കൂടിപ്പോവും. അതുകൊണ്ടാണ് 3-4 ഡ്രോപ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടോ 3-4 ഡ്രോപ്സേ ഉള്ളൂ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു 3-4 ദിവസം തേക്കാനുള്ളതുണ്ട് കേട്ടോ. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഓറഞ്ചിൻ്റെ ഫ്ലേവറുള്ള ക്രീമുകൾ, വൈറ്റമിൻ സി ക്രീമില്ലേ അത്, വൈറ്റമിൻ സി സിറം, പിന്നെന്താണ് മോയ്സ്ചറൈസറൊക്കെ ഇറങ്ങുന്നുണ്ട് മാർക്കറ്റിൽ. പക്ഷെ അതൊക്കെ കുറച്ച് കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്കിത് എന്താണ് വീട്ടിൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ മുമ്പേ പോയി വാഷ് ചെയ്തായിരുന്നു. ഫേസ് ഒന്ന് കഴുകിയിട്ടാണ് വന്നത്. കഴുകി തുടച്ചു. ഇനി നമുക്ക് നമ്മുടെ ഫേസിലോട്ട് ഇതിങ്ങനെ തേച്ച് കൊടുക്കാം. ആദ്യം കുറച്ചെടുത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇത് കുറച്ച് കയ്യിലോട്ട് എടുക്കാം. നന്നായിട്ടൊന്ന് നമ്മൾ പുറത്തോട്ടൊക്കെ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ദേഹത്ത് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഒരു കൈ കൊണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് 2 കൈ കൊണ്ടും ചെയ്യാം കേട്ടോ. അപ്പം എൻ്റെ മുഖത്ത് ഞാനൊന്നും ഇല്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരുന്നതാണേ. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റോളം നമ്മൾ സ്ക്രബ് ചെയ്യണേ. വീണ്ടും കുറച്ചെടുത്തിട്ട് നമ്മൾ ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ സ്ക്രബ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ പായ്ക്ക് ഇങ്ങനെ നന്നായിട്ട് ഫേസിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുക. നല്ല കാറ്റുണ്ട്. പെട്ടെന്ന് ഇത് നല്ലതായിട്ട് ഒന്ന് വലിഞ്ഞ് കിട്ടും. നല്ല സുഖമുണ്ട് ഇവിടെ ഇരിക്കാനായിട്ട്. അപ്പോൾ കാറ്റടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പുറകെ കാണാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ പുറകെ നോക്കിയാൽ അറിയാം നല്ല കാറ്റ് വരുന്നത്. അപ്പോൾ ഇത് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നില്ല. കാരണം ഇതിന് ഞാൻ കൈയിട്ടാണ് എടുത്തത്. ഇങ്ങനെ കൈയിട്ടെല്ലാം എടുത്തുകൊണ്ട് സ്പൂണിട്ട് എടുക്കുക. അപ്പോൾ കൈയിട്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ഏത് ഒരു സാധനവും കൈയിട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല, അറിയാമല്ലോ. അതിനകത്ത് ബാക്ടീരിയ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആവശ്യമുള്ളത്ര സ്പൂൺ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ അതുപോലെ തന്നെ ഇത് നമുക്ക് കയ്യിലെ ടാൻ മാറാനായിട്ട്, നല്ല രീതിയിൽ കയ്യിലെ ടാനൊക്കെ മാറാനായിട്ട് കയ്യിലും തേച്ച് കൊടുക്കുക. അപ്പം നമുക്ക് കൈ തേക്കുന്ന എങ്ങനെയാണെന്നുള്ള കാണാം. കേട്ടോ, കയ്യിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക. കയ്യിലെ ടാനൊക്കെ മാറാനായിട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ചുളിവുകളൊക്കെ മാറാൻ, നമ്മുടെ ഫേസിലെയും കയ്യിലെയും ചുളിവുകൾ മാറാനും ഒത്തിരി നല്ലതാണ്. നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു കയ്യിലാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ മറ്റേ കൈ ചെയ്യാം. ഇതുപോലെ കയ്യിലിങ്ങനെ പായ്ക്ക് പോലെ കുറച്ചിട്ട് കൊടുക്കുക. ഇത് രണ്ടും ഉണങ്ങിയിട്ട് കാണിക്കാം കേട്ടോ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൈ ആദ്യം ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പം മുഖമൊക്കെ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം പിന്നെ ചൂടുള്ള സമയമാണ്, ഒരുപാട് അങ്ങ് ഭയങ്കര ഡ്രൈ ആവത്തില്ല. അപ്പം മുഖവും കൂടെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് പോയിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ റിസൾട്ട്. ഇതിൻ്റെ മുഖത്തിൻ്റെ തിളക്കമൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം മുഖമെല്ലാം ഞാൻ കഴുകി. ഇത് കണ്ടോ, നല്ലൊരു മുഖത്തൊക്കെ നല്ല തിളക്കമാണ്. ഇത് കൈ നോക്കിയേ, കൈ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. നല്ല ടാനെല്ലാം മാറി. കണ്ടോ, മുഖവും കൈയും കൂടെ കണ്ടോ, മുഖവും കൈയും കണ്ടോ, നല്ല തിളക്കമായി മുഖത്ത്. നല്ല രീതിയിൽ നമ്മുടെ മുഖത്തെ ടാനെല്ലാം നന്നായിട്ട് മാറിക്കിട്ടും.
ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തുകൊണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഈ ഒരു ഓറഞ്ചിൻ്റെ പിന്നെ ഈ തൊലിക്ക് ചിലവർക്ക് ഭയങ്കര സ്കിന്നിന് ഒരു ചെറിയ ബേണിങ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ആദ്യം ഇടുമ്പോഴൊക്കെ ഇതുപോലെ ചെറിയൊരു ബേണിങ് ഉണ്ട്, പുകച്ചിൽ. പക്ഷേ കുറച്ച് കഴിയും മാറും. നിങ്ങൾക്കങ്ങനെ സഹിക്കാൻ മേലാത്ത ബേണിങ് ഒക്കെ കണ്ട് പുകച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ ഓറഞ്ച് തൊലി പച്ചയ്ക്ക് എടുക്കാതിരിക്കുക, ഉണക്കി പൊടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ, പുകയുന്നുണ്ടെങ്കിൽ, ചിലർക്ക് സ്കിന്നിന് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ചിലപ്പോൾ പിടിക്കത്തില്ലായിരിക്കും. അങ്ങനെയുള്ള ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചെടുത്ത് ഇതുപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ ചെയ്യുക കേട്ടോ. പച്ചക്കിട്ട് നോക്കണം. എനിക്ക് ആദ്യമൊക്കെ പുകച്ചിലുണ്ടായിരുന്നു, പിന്നെ ഞാനത് ഇട്ടിട്ട് ശീലമായി മാറി. ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വേണ്ട നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിലുള്ളൊരു തിളക്കം കിട്ടുകയും ചെയ്യും. നല്ലൊരു ബ്രൈറ്റ്നെസ്സും കിട്ടാനായിട്ട് നല്ല അടിപൊളി ഒരു പായ്ക്കാണ് കാണിച്ചത് കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ എന്താണ്, ടാനൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പായ്ക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുക. പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നല്ല വെയിലല്ലേ, ഇപ്പം നല്ല വെയിലല്ലേ, കണ്ടില്ലേ, ഭയങ്കര വെയിലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ മുഖം എന്നും നല്ല വെട്ടിത്തിളങ്ങി ഒരു ടാൻ പോലും ഇല്ലാതെ നല്ല രീതിയിൽ തിളങ്ങിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ചെയ്യണം കേട്ടോ, മറന്നുപോലെ. ടാറ്റാ ബൈ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ.